ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ താജ ഒപ്പീനിയൻ പോൾ സർവേയാണ് പുറത്തു വന്നിട്ടുള്ളത്. 90 അംഗ നിയമസഭയിൽ 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം ജില്ലയിൽ ഏതെല്ലാം പാർട്ടികൾക്ക് എത്രയെല്ലാം സീറ്റുകൾ നേടാനാകും എന്നതാണ് താജ ഒപ്പീനിയൻ പോൾ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യം പറയുന്ന ജില്ല കത്വയാണ്. കത്വയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ കോൺഗ്രസ് NC സഖ്യം 3 സീറ്റും PDP 2 സീറ്റും BJP 1 സീറ്റും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജമ്മു ആണ്. ജമ്മുവിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റിൽ 6 സീറ്റ് കോൺഗ്രസ് NC സഖ്യവും 5 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തത് സാംബയാണ്. സാംബയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 1 സീറ്റും PDP 1 സീറ്റും BJP 1 സീറ്റും നേടാനാണ് സാധ്യത. അടുത്തത് ഉധംപൂരാണ്. ഉധംപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 2 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്തത് റിയാസിയാണ്. റിയാസിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് കോൺഗ്രസ് NC സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് രജൗരിയാണ്. രജൗരിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് പുഞ്ചാണ്. പുഞ്ചിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 3ഉം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം നേടാനാണ് സാധ്യത. അടുത്തത് ദോഡയാണ്. ദോഡയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ കോൺഗ്രസ് NC സഖ്യവും PDPയും BJPയും ഓരോ സീറ്റ് വീതം നേടാനാണ് സാധ്യത. അടുത്തത് റാംബൻ ആണ്. റാംബനിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2ഉം കോൺഗ്രസ് NC സഖ്യം നേടാനാണ് സാധ്യത. അടുത്തത് കിസ്ത്വാരയാണ്. കിസ്ത്വാരയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് കോൺഗ്രസ് NC സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് അനന്ത്നാഗാണ്. അനന്ത്നാഗിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റ് കോൺഗ്രസ് NC സഖ്യവും 2 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് പുൽവാമയാണ്. പുൽവാമയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 2 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് കുൽഗാമാണ്. കുൽഗാമിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് ഷോഫിയാനാണ്. ഷോഫിയാനിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റിൽ 2ഉം NC കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. അടുത്തത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 3 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് ബഡ്ഗാമാണ്. ബഡ്ഗാമിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 2 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് ഗാന്ദർബലാണ്. ഗാന്ദർബലിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് കുപ്വാരയാണ്. കുപ്വാരയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ കോൺഗ്രസ് NC സഖ്യം 3 സീറ്റും PDP 2 സീറ്റും നേടും. അടുത്തത് ബാരാമുള്ളയാണ്. ബാരാമുള്ളയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 3 സീറ്റ് കോൺഗ്രസ് NC സഖ്യവും 2 സീറ്റ് PDPയും 2 സീറ്റ് മറ്റുള്ളവരുമാണ് നേടുക. അടുത്തത് ബന്ദിപ്പുരയാണ്. ബന്ദിപ്പുരയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് NC കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. ആകെയുള്ള 90 സീറ്റിൽ കോൺഗ്രസ് NC സഖ്യം എന്ന ഇന്ത്യ സഖ്യം 54 സീറ്റും BJP 10 സീറ്റും PDP 23 സീറ്റും മറ്റുള്ളവർ 3 സീറ്റുകളും നേടാനാണ് സാധ്യത. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്.